ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവജന ചിന്തയ്ക്കായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 22-43 വാക്യം, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷനായി എന്ന് നാം അവിടെ വായിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പ് ഗതസമനത്തോട്ടത്തിൽ ശിഷ്യന്മാരുമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ അവസ്ഥയിൽ ആ സമയത്തെങ്കിലും സാത്താൻ അവനെ ഹൃദയാഘാതം വന്ന് തകർക്കാമെന്ന് തരത്തിലുള്ള ചിന്തകളിട്ട് ഭാരങ്ങളിട്ട് കർത്താവിനെ പരീക്ഷിക്കുവാനിടയിൽ അവസാന പരീക്ഷയാണ്. അവൻ പ്രാർത്ഥിച്ചപ്പോൾ രക്തം വിയർപ്പ് തുള്ളി പോലെ പുറത്തു വന്നു എന്ന് അല്ല വായിക്കുന്നത്. അതുപോലെ ഒരു ഭാരം തനിക്ക് നേരിടുവാനിടയായിത്തീർന്നു. ആ സമയത്ത് കർത്താവ് പ്രാർത്ഥിക്കുവാനിടയായി ഒരു ബലഹീന സമയം വന്നപ്പോൾ പ്രാർത്ഥിച്ചു, കർത്താവേ പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകണം. ഉടനെ പിന്നെ പറയുകയാണ്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറണം, നിൻ്റെ ഇഷ്ടം നിറവേറണം അല്ലേ. അപ്പോൾ സാത്താൻ ഈ ശക്തികൾ ഈ സമയത്ത് കർത്താവിനെ ഞെരുക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുക മാനസികമായിട്ട്. അപ്പോഴാണ് സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷനായി, ശക്തിപ്പെടുത്തി അല്ലേ, അവിടെ ധൈര്യപ്പെടുത്തി, ബലപ്പെടുത്തി. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചില വിഷമതകൾ ഉണ്ടായിട്ടില്ലേ? ചില ബലഹീന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ? സാത്താന്യ പോരുകൾ, വെല്ലുവിളികൾ നമുക്കെതിരെ വെല്ലുവിളിയോടെ വന്നപ്പോൾ തളർന്നു പോകേണ്ട സമയത്ത്, കുഴഞ്ഞു പോകേണ്ട സ്ഥാനത്ത്, ഹൃദയം പൊട്ടി മരിക്കുമെന്ന് ചിന്തിച്ച സമയത്ത് ഇതുപോലെ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് എന്നെ നിങ്ങളെ ശക്തിപ്പെടുത്തിയത് ഓർക്കുന്നുണ്ടോ? ആ സമയത്ത് ഒന്ന് ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. ഇന്നും കർത്താവിൻ്റെ ആ ശക്തി നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ ആരെയും കൈവിടത്തില്ല കർത്താവ് കേട്ടോ. ക്രൂശിതനായ കർത്താവ് അതേ അടക്കപ്പെട്ട് തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നെങ്കിൽ ആ ജീവിക്കുന്ന കർത്താവ് എനിക്ക് നിങ്ങൾക്കും വേണ്ടി ഇന്നും ഇറങ്ങി വരും. നമ്മളെ ധൈര്യപ്പെടുത്തും, നമ്മളെ ബലപ്പെടുത്തും, നമ്മളെ ശക്തിപ്പെടുത്തും. തളരണ്ട, ക്ഷീണിക്കേണ്ട, ഭാരപ്പെടേണ്ട, ഒറ്റയ്ക്കല്ല, ഞാനുണ്ട് കൂടെ എന്ന് കർത്താവ് ഇന്നും ആലോചന തന്നിട്ടിരിക്കുകയാണെങ്കിൽ ഈ ആലോചനയുടെ മുൻപാകെ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സ്തോത്രം ചെയ്തുകൊണ്ടും ഈ ദൂത് എല്ലാവർക്കും അനുഗ്രഹപ്രദമാകട്ടെ. ആമേൻ. സ്വത്രം സ്വത്രം സ്വത്രം.